ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചീരത്തോരനാണ്. ചീരത്തോരൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ അല്ലേ. ചീരയെ നന്നായിട്ട് കഴുകി മണ്ണൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെള്ളം തോരാനായിട്ട് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്ത ചീര ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക. അതിലേക്ക് 1-2 പച്ചമുളക് ഞാൻ കീറിയൂടെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണോ അരിഞ്ഞിടുകയോ കീറിയിടുകയോ ഇങ്ങനെ വേണോ ചെയ്യാം കേട്ടോ. അതിനുശേഷം അടുപ്പിലൊരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഉഴുന്നും പരിപ്പിട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പില കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ കീറി വെച്ചിരുന്ന പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുക. പച്ചമുളകൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടെ ഇടുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം സിമ്മിലാക്കി ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി ചീരയ്ക്ക് വേണ്ട കൂട്ടൊന്ന് ചതച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-4 വെളുത്തുള്ളി കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിൽ. അടപ്പ് തുറന്ന് നമുക്ക് ചീരയൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങയുടെ കൂട്ട് നടുക്ക് ഭാഗത്ത് വെച്ച് ഈ കീര വെച്ച് ഒന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാം. ചീരയിൽ നിന്ന് ആവി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പം അടിയിലത്തെ വെള്ളമൊക്കെ വറ്റി ഒരുപാട് ഡ്രൈ ആവണ്ട. ഡ്രൈ ആയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ചീരത്തോരൻ റെഡിയായേ. ഇനി നമുക്കത് സർവിങ് ബൗളിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.